സംസ്ഥാന സർക്കാരിനെതിരെ നിശിത വിമർശനം. ആരോഗ്യകരമായ ജനാധിപത്യത്തെ കേരളം പ്രോത്സാഹിപ്പിക്കണമെന്ന ഗവർണറുടെ മുനവെച്ച വാക്ക്. വിയോജിപ്പുകൾ ആക്രമണങ്ങളിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണെന്ന ഓർമ്മപ്പെടുത്തൽ. The future depends on what we are in our thoughts and actions. For this, we need institutions of higher education which are truly autonomous. Elavarkum Oracle Kudi, Ende Republic Dina Asham Sakal. മുഖ്യമന്ത്രിക്ക് അടുത്താണ് ഗവർണർ ഇരുന്നതെങ്കിലും ഇരുവരും മുഖത്തുപോലും നോക്കിയില്ല. മടങ്ങുമ്പോൾ ഗവർണർ തൊഴുതെങ്കിലും മുഖ്യമന്ത്രി ഗൗനിച്ചില്ല. കേന്ദ്രത്തെ പുകഴ്ത്തിയായിരുന്നു ഗവർണറുടെ പ്രസംഗമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെയും ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു മന്ത്രിമാരുടെ പ്രസംഗം. മത സാഹോദര്യവും മതനിരപേക്ഷതയും നിലനിന്നു പോവുക എന്നുള്ളതാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. ആ സെക്യുലറിസവും വലിയ നിലയിലുള്ള ഭീഷണികൾ നേരിടുന്നു. ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണനെയാണ് ഇന്ത്യ പ്രതിഷ്ഠിച്ചത്. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഗവർണർ സംഘടിപ്പിച്ച അറ്റ് ഹോം വിരുന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചു. സർക്കാർ പ്രതിനിധികൾ വന്നില്ലെങ്കിലും രാജ്ഭവനിലെ സൽക്കാരം ഗവർണർ ആഘോഷമാക്കി. വിരുന്നിന്റെ ചെലവിനായി 20 ലക്ഷം രൂപ സർക്കാർ നേരത്തെ രാജ്ഭവന് അനുവദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.